ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവേൻ. എന്തിനാ? ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് പ്രോമിസാണ് ദ പ്രസൻസ്. ഉടമ്പടിയുടെ ആത്യന്തികമായ വാഗ്ദാനം എന്താണ്? ഞാൻ നിങ്ങളുടെ കൂടെ വരും. ദൈവം നമ്മുടെ കൂടെ വരുന്ന കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ? അതുകൊണ്ടാണ് നിബന്ധനകളെല്ലാം വരണത്. പാപം 3 പാപം ഉപേക്ഷിക്കണില്ലേ? അതിന് അടിസ്ഥാനം എന്നാ? കൊളോസ്യസ് 3:8 ഇപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ അവയെല്ലാം ദൂരെ എറിയുവേൻ. കൊളോസ്യ ലേഖനം 3:8 എന്തൊക്കെയാണ് എറിയേണ്ടത്? അമർഷം പറഞ്ഞ്. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ സംഭാഷണം തുടങ്ങിയവ വർജിക്കുവേൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോട് കൂടെ നിഷ്കാസനം ചെയ്യുവേൻ. ഇത് ആദ്യം ഉടമ്പടി ചെയ്തപ്പോഴേ എബ്രഹാത്തിനോട് പറഞ്ഞതാ. ഇതിന് മാറ്റമില്ലല്ലോ. എന്നാ പറഞ്ഞത്? നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം. സാന്നിധ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിന്റെ കൂടെ വരാമെന്നല്ല. മോസസിനോട് പറഞ്ഞത് എന്താ? പുറപ്പാട് 33:14 ഞാൻ നിങ്ങളുടെ കൂടെ വരും. പ്രസൻസ് ആണല്ലേ. അബ്രഹാത്തിനോട് പറഞ്ഞത് എന്താണ്? നീ എൻ്റെ കൂടെ ഉണ്ടാകണം. 2 ഒന്നാ ഇല്ലേ? മോസസിനോട് 33:14 പുറപ്പാട് പുസ്തകം പറഞ്ഞു, ഉടമ്പടി ചെയ്യുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരാം. അബ്രഹാത്തിന് ഉടമ്പടി ചെയ്തപ്പോൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെയല്ലേ? ഉൽപ്പത്തി 17:1 നീ എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് കുറ്റമറ്റവനായിരിക്കാൻ കാരണം? പറയണേ എന്തുകൊണ്ടാണ്? ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകാതിരിക്കാനാണ് കുറ്റമറ്റവനാകാൻ പറയണത്. കുറ്റമറ്റവനായി തുടരുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകാൻ മാത്രമല്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രാതികൂല്യങ്ങളാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ കൊല്ലമോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഈ സിംഹക്കുഴിയിൽ നിന്ന് ഇപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്നവരെല്ലാവരും ഓരോരോ സിംഹക്കുഴി കിടക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ? സാമ്പത്തികമായ കടം, ജപ്തി നടപടി, പരീക്ഷയ്ക്ക് തോൽവി അല്ലേ? സ്ഥലം വിൽക്കണില്ല, കൂടെ ഭാഗ ഉടമ്പടി നടക്കണില്ല. ഓരോ സിംഹത്തിൻ്റെ കുഴി കിടക്കുക, പലതരത്തിൽ കിടക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ദാനിയേലിന് സിംഹക്കുഴിയിൽ സിംഹം കയറി അവനെ വിഴുങ്ങി കളയാഞ്ഞ എന്താ? കടിച്ചു കയറാഞ്ഞ എന്താ? അതാണ് സംഭവം. ഉടമ്പടി നിബന്ധനകളുടെ ഒന്നാമത്തെ കാര്യമാണത്. എന്തുകൊണ്ട് സിംഹം ദാനിയേലിനെ വിഴുങ്ങിയില്ല? നാളെ നിങ്ങൾ പറയും എന്തുകൊണ്ട് ജപ്തി നടപടി? ചില ആൾക്കാർ പറയേണ്ട അച്ഛാ, മാർച്ച് 29 ലാസ്റ്റ് ഡേറ്റ്. ഞാൻ നോക്കിയിട്ട് പറയേ ഇത് നടക്കത്തില്ല, കർത്താവ് ഏറ്റെടുത്തോളൂ എന്ന് പറയും. നടക്കത്തില്ല, ഈ ജപ്തി നിന്നെ വിഴുങ്ങത്തില്ല, കടച്ചു കിടത്തില്ല, നിന്റെ കുടുംബം കൊണ്ട് പോകത്തില്ലെന്ന് പറയും. അതെന്താ കാര്യം? ഒന്നാമത്തെ നമുക്ക് തലേ കൈവെക്കുമ്പോൾ തന്നെ ഈ വ്യക്തി ഉടമ്പടിയോട് വിശ്വസ്തരാണെന്നറിയാം. ഒക്കട്ട ഒട്ടാക്കൊള്ള കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പൊട്ടൻ ക്രിസ്ത്യാനി വന്ന് ചെയ്യത്തില്ലേ, അതിലൊക്കെ തലേ കൈവെക്കത്തില്ല. കാണുമ്പോൾ തന്നെ അറിയാം അത് പൊട്ടനാണെന്ന്. വെറുതെ ചുമ്മാ കയ്യാൻ കളിക്കുക. ആൾക്കാർ ഉടമ്പടി ചെയ്യണമുണ്ട്. നാത്തുമ്പോൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവളെക്കാരൻ രക്ഷപ്പെട്ട് പോയാൽ എന്ത് ചെയ്യും വിചാരിച്ചിട്ട് അസൂയ കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യും. അതാണല്ലോ പ്രശ്നം. മലയാളിയല്ലേ പാർട്ടി നമ്മളെല്ലാവരും. നാത്തും പോയി ഉടമ്പടി ചെയ്ത് അവളെങ്ങാനും പോയി രക്ഷപ്പെട്ടെ എന്നെ പിന്നെ കിടത്തി പറപ്പിക്കത്തില്ല. ഇവിടെ അവൾ വണ്ടിയൊക്കെ മേടിച്ച് വീടൊക്കെ വെച്ച് വിലസുകൾ. പിന്നെ എന്നാൽ ഞാനും പോയി ചെയ്തേക്കാം, ഒക്കട്ടെന്ന് പറയും.
അങ്ങനെ മത്സരം കൊണ്ട് ഉടമ്പടി ചെയ്യരുത്. വിഡ്ഢിയെന്ന് വിളിക്കും. കർത്താവിന് ഈ മത്സരക്കാരെ വിളിക്കുന്ന പേരാണ്. 2 Corinthians 10:12 പരസ്പരം താരതമ്യം ചെയ്യുന്നവര് വിഡ്ഢികളാണ്. പോലെ കർത്താവ് വിഡ്ഢിയെന്ന് വിളിക്കാം. 2 Corinthians 10:12 എന്താ പറയണത്? പരസ്പരം താരതമ്യം ചെയ്യുന്നവരെ. അപ്പം നാത്തുമാർ തമ്മിലും ഉടമ്പടി വെച്ച് പോരടിക്കണ്ട. പോരിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഉടമ്പടി ചെയ്ത് കളയും. അങ്ങനെ ചെയ്യരുത്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർ. കണ്ടവൻ രക്ഷപ്പെട്ട് പോകുമ്പോഴേ അത് എവിടെ പോയിട്ടാണ് അവൻ രക്ഷപ്പെട്ടത്? അത് കലവൂര് പോയിട്ട്. കലവൂര് എന്നാ പരിപാടിയാണ്? അവിടെ ഒരു മാതാവുണ്ട്. പിന്നെ വിശേഷമായി. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവരും കെട്ടിയെടുത്ത് വരും. അപ്പം അങ്ങനെ മത്സരം കൊണ്ട് ഉടമ്പടി ചെയ്യരുത്. പരസ്പരം അപ്പം വിഡ്ഢിയായി പോകും. വിഡ്ഢിയായി പോകും. അപ്പം അതുകൊണ്ട് എപ്പോഴും അപ്പം എന്ത് ചെയ്താലും ഈ മത്സരം മാത്രമല്ല. ഇപ്പം നമ്മൾ വീടൊക്കെ പണിയണില്ലേ? അപ്പോൾ ഇന്നലെ ഒരു കൗൺസിലിങ്ങിന് ഒരു ചേച്ചി വന്ന് 2 മക്കളുണ്ട്, അപ്പനും ഉണ്ട്. ഞാൻ മക്കളെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കൗൺസിലിങ് മക്കളെയും കൊണ്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണോ. എന്താ കാര്യം അറിയാമോ? ഇവരോട് പറഞ്ഞ കാര്യം അവരും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ പോകാൻ നേരത്ത് പറഞ്ഞ് അച്ഛാ ഇവന്മാർ ഇപ്പം ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു എന്നാ പറ്റി? എന്താടാ? ഇതെന്ന് പറഞ്ഞ്. അല്ല അച്ഛാ വീട് പൊളിച്ച് പണിയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വീട് പൊളിച്ച് പണിയണം. ഞാൻ പറഞ്ഞു ഇപ്പം എത്ര മുറിയുണ്ട്? ഇപ്പം 4 മുറിയുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു നീ എന്താ നാളെ തന്നെ കെട്ടാൻ പോണാ? അവനെ പീഡിപ്പിക്കാൻ പറ്റിയ പഠിക്കാണ്. അവിടെ വെച്ചാൽ നീ എന്താ നാളെ തന്നെ കെട്ടാൻ പോണ? ഇല്ലെന്ന് പറഞ്ഞേ. അപ്പോൾ എന്താ ഞാൻ അവരോട് പറഞ്ഞ ഞാൻ ഉടനെ എൻ്റെ മനസ്സിൽ അവർ പറയുമ്പോൾ തന്നെ ഈശോ പറയും എന്തുകൊണ്ടാണ് ഇവൻ വീട് പൊളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇവൻ വീട് പൊളിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം വീട് പൊളിച്ച് സ്വന്തമായിട്ട് മുറി എടുത്തിട്ട് ഇവന്മാർ കൂട്ടുകാരെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ വേണ്ടിയാണ്. എന്നിട്ട് എല്ലാം കൂടി വീഡിയോ ഗെയിമും കളിച്ചുകൊണ്ട് അകത്തിരിക്കും. എൻ്റെ അച്ഛാ സത്യം. അതിമും പറഞ്ഞാന്ന് എന്താ കാര്യം എന്നറിയാമോ? അതായത് ഞങ്ങളുടെ വീട് ചെറുതായത് കാരണം കൂട്ടുകാരെ വിളിച്ചോണ്ട് വരാൻ പറ്റണില്ല. പക്ഷെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വരണ കുഴപ്പമില്ല. അവിടെ ഇരുത്തി പിന്നെ വീഡിയോ ഗെയിമായി പിന്നെ അവർ മുറി അടച്ചിട്ട് ഇല്ലേ. അതിനുശേഷം പ്രാർത്ഥനയുടെ സമയത്ത് വിളിക്കുമ്പോൾ ഇപ്പം വരാ എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ വരുമ്പോൾ കർത്താവ് ഔട്ടാവും. ഇപ്പോഴുള്ള അനുഗ്രഹമൊക്കെ പോവും. അതിനാൽ കൂട്ടുകാർ വരുമ്പോഴേ എന്ത് പ്രാർത്ഥനയുടെ സമയം പോവും, ഭക്ഷണത്തിൻ്റെ സമയം പോവും. 1ാം സ്ഥാനം കൂട്ടുകാർക്കായി മാറും. അപ്പം നമ്മൾ ഓർക്കും നമ്മൾ സംസ്കാരമുള്ള മാതാപിതാക്കന്മാരല്ലേ, കൂട്ടുകാർ വരേണ്ടതല്ലേ, അവരുമായിട്ട് സംസാരിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ കാലഹരണപ്പെട്ട ആൾക്കാരാണെന്ന് പിള്ളേർ മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെന്ന് വിചാരിക്കും. ആയിക്കോട്ടെന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിള്ളേരുടെ ആത്മാവ് മെലിഞ്ഞ് വരും. ഭക്ഷണം കിട്ടണില്ലല്ലോ, കുടുംബ പ്രാർത്ഥന നടക്കണില്ല, താമസിക്കുന്നു, കൂടുതൽ സമയം മൊബൈലിലേക്ക് പോകുന്നു, കൂടുതൽ സമയം വീഡിയോ ഗെയിമിലേക്ക് പോകുന്നു. അങ്ങനെ വന്ന് വരണ്ട് കൃപ വരണ്ട് പോകും ഇല്ലേ. അതോടുകൂടി കുടുംബത്തിൻ്റെ പല താളങ്ങളും തെറ്റും. കുടുംബത്തിൻ്റെ താളങ്ങൾ തെറ്റുമ്പോൾ വയ്യാവേലി തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. വയ്യാവേലി തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാവും. പിന്നെ പതുക്കെ കൂപ്പ് കുത്തും. അപകടമെന്ന വഴി കണ്ടില്ലേ. മക്കളിലൂടെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സാത്താൻ ആദ്യം നോട്ടം വിടുന്നത് മക്കളെയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞാൽ നമ്മൾ എന്തും കേൾക്കും. കാര്യം അധികം ഇല്ലല്ലോ, 1-2 അല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മ ഉടനെ പറഞ്ഞ ഡയലോഗ് നമ്മ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കണത്. അത് സത്യമാണ് ആ പിരിച്ചാഴി പറഞ്ഞത്. കാര്യം ഈ പണ്ടാരം മക്കൾക്ക് വേണ്ടി ജീവിച്ചാണ് ഇങ്ങനെ ആയത്. എൻ്റെ മക്കൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. മക്കൾക്ക് വേണ്ടിയല്ല ജീവിക്കണത്, ദൈവത്തിന് വേണ്ടിയാണ്. അത് നീ നിൻ്റെ ഈ പൊട്ട വിശ്വാസം ഉണ്ടല്ലോ, നീ എങ്ങാനും കർത്താവിന് കൈമാറിയാൽ പിന്നെ നിൻ്റെ ഗ്രേഡ് പോയി. നീ ജീവിക്കേണ്ട ആർക്കാണ്? ദൈവത്തിന് വേണ്ടിയാണ്. ഉടമ്പടി ചെയ്യണ ആരോടുമായിട്ടാണ്?
ദൈവത്തോടാണ്. ഇപ്പോഴൊരു നിൻ്റെ ഒരു മകൻ അല്ലെങ്കിൽ മകള് അവൾ കുറച്ച് ചുറ്റിക്കളി തുടങ്ങി, അല്ലെങ്കിൽ അവൻ കുറച്ച് വേറെ കലാപരിപാടിയൊക്കെ തുടങ്ങി. പക്ഷെ നിൻ്റെ വിശ്വാസത്തിന് നിൻ്റെ വീട്ടിൽ കെട്ടാൻ പറ്റാത്തൊരു ബന്ധമാണ് അവൻ ചെന്ന് ചാടിയിരിക്കുന്നത്. അപ്പം അമ്മ ഉടനെ എന്ത് പറയും? ഇവിടെ നടക്കത്തില്ലേട്ടാ, ഇവിടെ ദൈവത്തിന് നിരക്കാത്ത ഒരു പരിപാടി നീ ചെയ്തേക്കരുത്. അമ്മയുടെ പാട്ട് ഇപ്പം ഇതൊക്കെ ആരാ നോക്കണം, ആദ്യം മതമൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കര ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും. അപ്പം കുറച്ച് കഴിയുമ്പോൾ അമ്മ ഒരുമാതിരിപ്പെട്ട വലിയ കൃപയൊന്നും ഇല്ലാത്ത അമ്മയാണെങ്കിൽ ആ തട്ടുകൊണ്ട് തന്നെ അവർ പോയിക്കൊള്ളും. ഇല്ല, തട്ടിയാൽ പോകാത്ത ചില അമ്മമാരുണ്ട്, അവർ തിരിച്ചു വരും. പിന്നെ സത്യമായിട്ട് പറയുകയാണ്, നിൻ്റെ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല. ഇവിടെ കുരിശുവരെയും പ്രാർത്ഥനയുള്ള വിശുദ്ധ കുടുംബമാണ് ഇവിടെ അതേ അരൂപിയുള്ള ആൾക്കാരും ആ വിശ്വാസമുള്ള ആൾക്കാരല്ലെങ്കിൽ വന്ന എലിക്കുട്ടി സമ്മതിക്കത്തില്ല, വണ്ടി വിടാൻ പറയുമെന്ന് പറയും. അതിനാൽ എന്ത് വന്നാലും ശരിയെന്ന് പറയും. പിന്നെ ഇവനെന്നാ ചെയ്യും? ഇവൻ 5 ദിവസം ഭക്ഷണം കഴിക്കത്തില്ല അമ്മയെ തോപ്പിക്കാൻ വേണ്ടി. അപ്പം എലിക്കുട്ടി എന്നാ ചെയ്യും? 5 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് അവൻ പുറത്ത് പോയി അടിക്കുന്നുണ്ടേ. നിങ്ങളിങ്ങനെ മുകളിലോട്ട് വരപ്പിക്കുന്ന പാർട്ടി ആയിരിക്കുമേ. അപ്പം നിങ്ങൾ എൻ്റെ മകൻ കഴിക്കണില്ല, പിന്നെ ഞാനെങ്ങനെ കഴിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അവസാനം 5-ാം ദിവസം ചെല്ലുമ്പോൾ മകനെ എന്നാ ആണെങ്കിലും ശരി നീ ഭക്ഷണം വന്ന് കഴിക്കുക. അപ്പം എന്നാ ആണെങ്കിലും ശരിയെന്ന് പറയുമ്പോൾ അമ്മ കോംപ്രമൈസ് ചെയ്തില്ലേ തിന്മയുമായിട്ട്? തീർന്നില്ലേ പരിപാടി? മകൻ ഒരു ഉപവാസം തുടങ്ങിയപ്പോൾ അമ്മ വളഞ്ഞു. അതാണ് അമ്മയെന്ന് പറഞ്ഞ സാധനം. അപ്പം ആർക്കാണ് 1-ാം സ്ഥാനം ആക്കിയിരിക്കണം? ഇപ്പം മകനെ നീ എന്നാ വേണമെങ്കിലും കാണിക്ക്, വന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞില്ലേ? അപ്പം എന്നാ പറ്റി? ദൈവത്തിന് 1-ാം സ്ഥാനം പോയി. മകനാരായി? മകന് 1-ാം സ്ഥാനമായി. മകനും മകൻ്റെ മ്ലേച്ഛബന്ധങ്ങൾക്കും വിശ്വാസ ഇതരമായിട്ടുള്ള ഇടപാടുകൾക്കും നീ കോംപ്രമൈസ് ചെയ്ത് 1-ാം സ്ഥാനം കൊടുത്തപ്പോൾ മകനാരായി മാറി? വിഗ്രഹമായി മാറി. അപ്പം നിൻ്റെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു? വിഗ്രഹാരാധന. ആരാണത് ചെയ്യണത്? നീയാണതിന് തിരികൊളുത്തിരിക്കണത്. അപ്പോഴാണ് നീ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോണത്. എൻ്റെ ദൈവ പൈതലേ, നീ ദൈവത്തിൽ കൃത്യമായി വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാനാണ് പ്രലോഭനം വരണത്. ഈശോ എന്നാ പറഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു. മൂത്തടം ബൈബിൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് POC ബൈബിളിനോട് ചില കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്. കാരണം മൂത്തേടം വായിച്ചാണ് ഞാൻ വളർന്നത്. മുത്തേടൻ അച്ഛൻ ഉൾഗാത്തായി എന്ന് എഴുതിയ ബൈബിളിൽ പറയുന്നുണ്ട്. എന്താ പറയണമെന്ന് അറിയാവോ? ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനാണ് അവൻ വരുന്നത്. എന്താണ് ദൈവവേദന? എന്തെങ്കിലും പ്രലോഭനം, നമ്മുടെ വിശ്വാസത്തിൽ നിരക്കാത്ത എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ്, ഒരു സംഭവം നിന്റെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നീ ദൈവത്തെ അതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നതുകൊണ്ട് അറിയാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഇടപെടലാകാം. ഇപ്പം ദൈവം അയച്ച ഒരു ദുഷ്ടാരൂപി സാവൂളിൽ അധിവസിച്ചെന്ന് എഴുതിയിട്ടില്ലേ? 2 സാമൂഹ്യം നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ തിന്മയുടെ അരൂപികൾ പോലും കടന്നു വരണത് കർത്താവിൻ്റെ അനുവാദത്തോടെ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ജോബിനെ കണ്ടപ്പോൾ സാത്താൻ എന്നാ പറഞ്ഞത്? ജോബിനെ കണ്ടപ്പോൾ സാത്താൻ ജോബിനെ കുറിച്ച് ദൈവത്തോട് പറയണത് എന്താ? അവൻ്റെ ശരീരത്തിൽ തൊടാൻ അനുവദിച്ചാൽ അവൻ നിന്നെ തള്ളിപ്പറയണത് കാണാം. അപ്പോൾ ദൈവം പറഞ്ഞു, അവൻ്റെ ശരീരത്തിൽ തൊട്ടാലും ഭൗതിക സാഹചര്യം തൊട്ടാലും അവൻ എന്നെ തള്ളിപ്പറയത്തില്ല. ഉടനെ എന്നാ ചെയ്തു? മക്കളെ കൊന്നു കളഞ്ഞു. ആരുടെ മക്കളെ? ജോബിൻ്റെ മക്കളെ കൊന്നു കളഞ്ഞു. മക്കളെ കൊന്നപ്പോൾ സാത്താനാണ് കൊന്നത്, ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി. ആണോ? ശരിയല്ലേ? അപ്പോൾ എൻ്റെ ദൈവബലം നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന മക്കൾ വഴി വരുന്ന പല കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ കൺകറൻസ് ഉണ്ട്. എന്തിനു വരുന്നു? നീ അതിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ. അതാണ് ഈശോ പറഞ്ഞത്. മക്കളെ തട്ടി. എന്നിട്ട് എന്നാ പറഞ്ഞത്? ജോബ് മക്കളെ തട്ടിയപ്പോൾ ഇടിവെട്ട് കൊണ്ട് ചത്തതാണ് മക്കൾ. എന്നാ പറഞ്ഞത്?
മക്കളെ ദൈവം തന്നതാ, ദൈവം എടുത്തതാ, എനിക്ക് അതിൻ്റെ അകത്ത് ഒബ്ജക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. ദൈവമേതല്ലേ എന്തെങ്കിലും നീ ഇപ്പം എന്നാ സംഭവിച്ചിരിക്കണത്? ഇപ്പം ഈ അമ്മ 5-ാം ദിവസം പോയി അവനോട് പറഞ്ഞല്ല, നീ എന്നാ വേണേ കാണിക്കുക, വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞില്ലേ? അപ്പം എന്നാ വേണേ കാണിക്കാൻ പറഞ്ഞല്ല. ദൈവത്തെ ഉപേക്ഷിച്ചോ, വിശ്വാസം ഉപേക്ഷിക്കണം, നിന്റെ പാഠാവിധി വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞത്? ദൈവം തന്നതാണെന്ന് ചിന്തിച്ചില്ലല്ലോ. അതല്ലേ, അത് ചിന്തിക്കാതെ നീ ജനിപ്പിച്ചതാണെന്നല്ലേ ചിന്തിച്ചിരിക്കണത്. അതുകൊണ്ടല്ല നിന്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ നീ സങ്കടപ്പെട്ട് വന്നത്, നീ ജനിപ്പിച്ചതല്ല. എത്ര പേര് ജനിപ്പിച്ചിട്ട് ഒന്നും ഉണ്ടാവണില്ലല്ലോ. ഇപ്പം ഇന്ന് വന്നിരിക്കണ കേസ് എന്താ സാധിച്ചിരിക്കണത്? 4 പ്രാവശ്യം അബോർഷനായി. ജനിപ്പിക്കണ കൊണ്ട് കാര്യമില്ല. ഈ 10 മാസം ജനിപ്പിച്ച് വളർന്ന് വയറ്റിൽ കിടന്ന് വളർന്ന് പ്രസവിച്ച് കൈ കെട്ടിയിട്ട് കിട്ടണ്ടേ? കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം ഉണ്ടായി, ഓട്ടിസം സുഖപ്പെട്ടെന്ന്. ഞാൻ കണ്ണ് നിറഞ്ഞ് ദൈവത്തോട് നന്ദി പറഞ്ഞു. ഞാൻ കുറേ നാളായിട്ട് അമ്മയുടെ പുറകെ നടക്കണം. അമ്മേ, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, ഹൈപ്പർ ആക്ടിവിറ്റി, ഇതൊക്കെ ജനിതകമായ മസ്തിഷ്ക തകരാറാണ്, ഇതൊക്കെ മരുന്നില്ലാത്ത രോഗങ്ങളാണ്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ കുരിശിൻ്റെ ഒന്നുകൊണ്ട് നടക്കണം മാതാപിതാക്കന്മാർ എത്ര കാലം നടക്കേണ്ടി വരും അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു സാക്ഷ്യം വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ മക്കളെ, കൈ കിട്ടുമ്പോൾ ഓട്ടിസം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൈ കിട്ടുമ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, നമ്മൾ എന്ത് ചെയ്യും? കൈ കിട്ടുമ്പോൾ ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഓർക്കുക, നീ ജനിപ്പിച്ചതാണെങ്കിൽ ശരി, പക്ഷെ ദൈവം തന്നതാണ്. ദൈവം തന്നതാണെങ്കിൽ ദൈവത്തിന് തന്നെ അത് കിട്ടണം അന്ത്യം വരെ. അതിന് ഉത്തരവാദിത്വം ആർക്കാണ്? നിനക്കാണ്. ആ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് 1 സ്ഥാനം കൊടുക്കണം, മക്കൾക്കല്ല. മക്കൾക്ക് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനാണ് നീ 1 സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ മക്കള് നിനക്ക് നഷ്ടപ്പെടത്തില്ല. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് രാജി, ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. 22/2/2024 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ 2ാമത്തെ പ്രാവശ്യമാണ് ഈ അൽത്താരയിലേക്ക് കയറുന്നത്. ആദ്യം ഞാൻ എൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്താനും ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അമ്മയുടെ സാക്ഷിയിൽ ഒരാളായി മാറാനുമായിട്ടാണ്. എൻ്റെ പത്രപ്രവർത്തന കൃപാസന പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ അമ്മേനെ കണ്ടുമുട്ടുന്നത്. ഞാനൊരു പള്ളിയിൽ വെച്ചാണ് പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ കാണുന്നത്. അപ്പോൾ അമ്മ എൻ്റെ മുമ്പിലൂടെ പാസ് ചെയ്ത് പോയി. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ അമ്മ എന്നെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാനന്ന് വഴിയരികെ ഇരിക്കുന്നവർക്ക് ചോറ് കൊണ്ടു കൊടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, ആ അമ്മയെ എനിക്ക് കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല, പക്ഷേ വിഷമിച്ച് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്മ എൻ്റെ അടുത്തൂടെ പാസ് ചെയ്ത് വരികയും ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താണ് അമ്മയ്ക്ക് പറ്റിയത്, വയ്യാത്തയാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, എനിക്കിത് കണക്ക് വയ്യ, സുഖമില്ലാത്ത ക്യാൻസറാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ റോഡിൽ നിന്ന് തന്നെ അമ്മ എന്നോട് ഉപ്പ് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു, അത് ഉപ്പ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ വഴിയിൽ നിന്ന് അമ്മയ്ക്ക് ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അമ്മയ്ക്ക് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തതായിരുന്നു മോളെ, പക്ഷേ ആദ്യത്തെ ഉടമ്പടിയിൽ എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയി, പിന്നീട് എനിക്കത് പുതുക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഈ സർജറിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കൂടിയേ തീരൂ, അമ്മ ഉടമ്പടി എടുക്കണം, ഞാൻ അമ്മയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വരാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഇവർ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഉണ്ടായത്. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് വൈകുന്നേരം അമ്മ എന്നെ വിളിച്ചു. വൈകുന്നേരം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഇത് കണക്ക് പള്ളിയിൽ പോക്ക് നടക്കത്തില്ല, ഡോക്ടർ പറഞ്ഞ് അങ്ങനെ സഞ്ചരിക്കാനൊന്നും പറ്റത്തില്ല, വലിയ ഒരു സർജറി അത്യാവശ്യമായിട്ട് വേണ്ടി വരും എന്ന് അമ്മ പറയുകയുണ്ടായി. അങ്ങനെ അന്നേരം ഉള്ളിൽ അമ്മ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഞാൻ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞിരുന്നു, ബിന്ദു എന്നാണ് അവളെ പേര്.
അപ്പം അവളും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുകയും വചനങ്ങൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവളും ഇതിലൊരു പങ്കാണ്. അങ്ങനെ അമ്മ എന്നെ വൈകുന്നേരം വിളിക്കുകയും അമ്മ പറഞ്ഞു, മോളെ ഇത് കണക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ നാളെ ഞാൻ കൃപാസനത്തിൽ കൊണ്ടുപോകാമെന്നും. അപ്പോൾ എൻ്റെ ഉള്ളിൽ മാതാവ് ഇരുന്ന് പറയുന്നത് പോലെ തോന്നി, മോളോട് സംസാരിക്കുമെന്ന് പറയുകയും, അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു മോളോട് സംസാരിക്കണം, മോളോട് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജൂബിയുടെ കയ്യിൽ ഞാൻ പറഞ്ഞ, അമ്മ എൻ്റെ കൂടെ നിങ്ങളെ അമ്മ മാതാവിനെ വിശ്വസിച്ച് കൂടെ വിടാമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് സൗഖ്യം കിട്ടും, കൃപാസനത്തിൽ വന്ന് അമ്മയുടെ ഉടമ്പടി പുതുക്കണം, എന്നാലേ ആ സർജറി സമയത്ത് അമ്മയ്ക്ക് അവിടെ അമ്മയുടെ തിരുസന്നിധിയിൽ സാന്നിധ്യം അറിയിച്ച് ഈശോയും ആയിട്ട് ചെന്ന് പരിശുദ്ധാത്മാവിനോട് മാധ്യസ്ഥം വഹിക്കാൻ പറ്റൂ, അതിന് നമ്മളെ ഉടമ്പടി നമ്മുടെ കയ്യിൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുകയും പിറ്റേന്ന് അമ്മ സർജറിക്ക് പോവുകയും ചെയ്തു. ഇനി ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങളാണ്, അത് അമ്മ പറയും. എൻ്റെ പേര് മേരി, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. കോന്നി സെൻറ്റ് മേരീസ് ഇടവയിലെ അംഗമാണ്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പം CT സ്കാൻ എടുത്തു കഴിഞ്ഞിട്ടാണ് 2-3 ദിവസത്തെ ഇത് കഴിഞ്ഞേ കിട്ടുമായിരുന്നു. ഞങ്ങളിതുപോലെ ഈ ഹോസ്പിറ്റലിൽ ഈ പള്ളിയിൽ വന്നത്. അപ്പം ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോൾ ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും പ്രാർത്ഥിച്ചമ്മേ, എൻ്റെ അസുഖം സർജറി സുഖമായിട്ട് കഴിയണേ, സർജറി സുഖമായിട്ട് കഴിഞ്ഞ് എനിക്ക് അസുഖമൊന്നുമില്ല, എല്ലാം സുഖമായി, ഗുളിക കഴിക്കാതിരിക്കാൻ ദൈവമേ അനുവദിച്ചാൽ ഞാൻ അപ്പം വന്ന് ഞാൻ സാക്ഷി പറയാമെന്ന് പറഞ്ഞു. അപ്പം സർജറിക്ക് ഈ CT സ്കാനിൻ്റെ റിപ്പോർട്ട് അപ്പം കിട്ടുന്നത് അതിന് മുമ്പേ ഞാൻ ഈ അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് ഞാൻ ഈ 8 എഴുതി വെച്ചു. ഒരു ദിവസം അച്ഛൻ ശനിയാഴ്ച ഇതുപോലെ രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ നടത്തുമ്പം അച്ഛൻ പറഞ്ഞു, എൻ്റെ വൈദ്യം ഞാൻ പേനായം കൊണ്ട് എഴുതി വെക്കും, 8 സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെക്കും എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞേക്കുന്നത് അവരുടെ കൈ ചുരുങ്ങാനൊക്കത്തില്ല, ഞങ്ങൾക്ക് റേഡിയേഷൻ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ 8 എഴുതി വെച്ചപ്പം അന്ന് ശനിയാഴ്ച തന്നെ ഡോക്ടർ പറഞ്ഞത്, അന്ന് രാവിലെ അച്ഛൻ പറഞ്ഞത്, മക്കളെ രോഗികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക, എന്നെ 8 കാണിക്കുന്നു, എന്തുവാന്ന് എനിക്കറിയത്തില്ല, ഈശോ കാണിക്കുന്ന 8 അത് മക്കൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പം ദൈവത്തോട് നന്ദി പറഞ്ഞു, ദൈവമേ അത് എന്നോടല്ല അച്ഛൻ സംസാരിച്ച, വീട്ടിൽ ഇരുന്നോണ്ട് ഞാൻ പറഞ്ഞു. ആ ചൊവ്വാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് പറയുന്നത് മുഴ ചുരുങ്ങി, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ തടുപ്പിനകത്ത് വയറിൻ്റെ അടിവശത്ത് കല്ല ഭാഗത്ത് ഭയങ്കര ഒരു തടുപ്പ്, ആ തടുപ്പ് മൊത്തം പോസിറ്റീവാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സർജറി ചെയ്യണമെങ്കിൽ ഈ അടിവയറും കൂടെ ഓപ്പറേഷൻ സർജറി ചെയ്ത് ഈ കുടൽ പുറമോട്ട് അവർ വായിക്കിനകത്ത് പുറകെ വെക്കും, അപ്പോൾ മോഷനൊക്കെ പുറകെ കൂടെ പോകുമെന്ന് പറഞ്ഞു. ഈ മുഴയെടുത്ത് കളയുന്ന സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കരിവാകുമ്പോൾ നമുക്ക് രണ്ടാമതൊരു സർജറി കൂടെ ചെയ്ത് ഈ ഭാഗം നമുക്ക് ഈ കുടൽ ഉള്ളിലോട്ടിടാമെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മോളെ കാണുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇതുപോലെ കരഞ്ഞ് അച്ഛൻ്റെ ഇവിടെ പള്ളി വന്ന് കരഞ്ഞ് പറഞ്ഞ്, എൻ്റെ ഈശോയെ എൻ്റെ അസുഖം കുറേ വന്ന് അപ്പം തന്നെ വന്ന് ഞാൻ സാക്ഷി പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പം സർജറിക്കുള്ള ഒരുക്കങ്ങൾ ഞാൻ ഈ പേഷ്യൻ്റാണ് ആദ്യം ഇതിന് സമ്മതമാണെന്ന് ഒപ്പിടേണ്ടത്. പേഷ്യൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞ കൂടെ വന്നത് അവളാ എപ്പോഴും എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പം ഒപ്പിട്ട് കഴിഞ്ഞ് അവളും ഒപ്പിട്ട് കഴിഞ്ഞ് ഇനി സർജറിക്കുള്ള ഒരുക്കമായപ്പം ഈ മോളെ ഞാൻ അതിൻ്റെ 3-ൻ്റെ അന്നാണ് കണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ കാശ് രൂപം തന്ന് അച്ഛൻ കുരിശ് വെച്ചെല്ലാം പ്രാർത്ഥിച്ച്. എൻ്റെ അറിവിൽ ഞാൻ ഇത്രയും ഒരു കാര്യമേ ചെയ്തുള്ളൂ. അച്ഛൻ സൈറ്റ് തന്നു, കയ്യപ്പുരട്ടി തന്നു. ഞാനിത് വയറിന് പുരട്ടി ഞാൻ വീട്ടിൽ പോയി. അതിൻ്റെ 5-ൻ്റെ അന്നായി സർജറി, 3-ൻ്റെ അന്നേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയി. അപ്പം ഈ സൈറ്റ് പൂശി കഴിഞ്ഞപ്പോഴേ എൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗത്തെ ആ വീക്കത്തിൻ്റെ അവിടെ എന്തോ ഒരു ഇൻഫെക്ഷനായിട്ട് അനങ്ങുന്നതും ഈ മുഴ ഇങ്ങനെ എന്തോ ഒന്ന് താഴെയായിട്ട് വരുന്നതൊക്കെ എനിക്കറിയാം. അപ്പം എൻ്റെ കയ്യിൽ ഈ അച്ഛൻ തന്ന ഈ കാശ് രൂപം എൻ്റെ കഴുത്തെ കിടപ്പുണ്ട്. ഓരോ ടെസ്റ്റ് അവരെന്തെല്ലാം ടെസ്റ്റ്, ഹാർട്ടിൻ്റേത്, ലിവറിൻ്റെ എന്തൊക്കെയാണ് പേരെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. നോക്കുന്ന എല്ലാം നോർമലാണ്. അപ്പോഴത്തേക്ക് എൻ്റെ മോൻ വന്നു. ഇവർ രണ്ടുമേ ഉള്ളൂ സർജറി ചെയ്യുന്നിടത്ത്. 3 ദിവസത്തിന് മുമ്പേ പോയി അവർ ഇഞ്ചക്ഷനെല്ലാം ഇതെല്ലാം ചെയ്ത് കിടക്കുമല്ലയോ.
അപ്പം സർജറി ചെയ്ത നമ്മുടെ സാധാരണ ഹോസ്പിറ്റൽ പോലല്ല. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവരവരുടെ സിസ്റ്റത്തിലാക്കിയ ഡോക്ടർമാരെല്ലാം കൂടി ചർച്ച ചെയ്ത ഒരു സർജറി നടത്തുന്നതൊക്കെ. അപ്പോൾ ഓരോ ഡോക്ടർമാരിങ്ങോട്ട് വന്ന് മേരിയുടെ ആളാരാ സർജറിക്ക് ഞങ്ങൾ ആ തടുപ്പിനകത്ത് ഞങ്ങൾ കീറി തുറന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഒറ്റ ഒരു പോസിറ്റീവും കണ്ടില്ല, ഒരണക്കണും കണ്ടില്ല. അമ്മയുടെ ഓവറിനകത്ത് ഞങ്ങളതൊക്കെ എടുത്ത് മാറ്റി, ഞങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങൾ ഈ 6 ദിവസത്തിനോടകം നിങ്ങൾ എന്ത് ചെയ്ത? നിങ്ങളെങ്ങും പോയില്ലല്ലോ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ എന്ത് ചെയ്യുന്ന? പക്ഷേ ആ സമയത്ത് ഇവർ രണ്ടും ഇവർക്ക് എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധം തെളിഞ്ഞില്ലല്ലോ. ആ അവസ്ഥയിൽ ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. ഇവർ കണ്ണെന്നറിഞ്ഞ് ഇവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഓരോ ഡോക്ടർമാർ എന്നെ കാണാൻ വന്ന് ജൂനിയറും അവിടെ പഠിക്കുന്നവരും എല്ലാവരും വന്ന് എന്നെ കാണുവാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഹോസ്പിറ്റലിൽ എന്തോ അവർ സിസ്റ്റത്തിനകത്ത് ഇടുന്നു അതുപോലത്തെ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇത് ഞങ്ങൾക്ക് നടന്നിട്ടില്ല. ഞങ്ങളുടെ ചർച്ചാ വിഷയം ഇപ്പം ഇത് എന്ത് സംഭവിച്ചെന്ന്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കൃപാസനത്തിൽ വന്നു. കൃപാസനത്തിൽ വരാൻ എനിക്ക് പറ്റണമേ എൻ്റെ മാതാവ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ മണ്ണിൽ ചവിട്ടിയാലും മതി. എനിക്ക് എൻ്റെ ആഗ്രഹം അച്ഛൻ എൻ്റെ തലയ്ക്ക് തൊടണം, അച്ഛൻ എന്നെ ഒന്ന് ആശീർവദിക്കണം, ആ സൈറ്റ് കിട്ടണം. സൈറ്റിൻ്റെ വില എന്തുവാന്ന് എനിക്കത് എപ്പോഴും അറിയാം. ദൈവമേ, അത് കോടികൾ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഇതല്ല. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ആ സൈറ്റ് തേച്ചപ്പോഴേ എൻ്റെ ആ തടുപ്പിൻ്റെ അവസ്ഥകളെല്ലാം മാറിയതാണ്. അത് തേച്ച് ഞാൻ അത്രേ ഇതേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ഒരു മരുന്നും ഞാൻ ചെയ്തിട്ടില്ല. ദൈവം എന്നോട് ചെയ്ത കൃപകൾക്കും നന്മകൾക്കുമായി ഞാൻ എന്ത് ഭാരം ഞാൻ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവമാതാവിനും ഉണ്ണീശോയ്ക്കും 1000 കോടാനുകോടി നന്ദി സ്തോത്രം. കർത്താവേ, അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഒന്നും അമ്മയുടെ ശരീരത്തിൽ മേരിയമ്മയില്ല. പക്ഷേ 3 മാസം കൂടുമ്പോൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. അതിന് അമ്മയ്ക്കും അമ്മയുടെ തിരുസുതനും കോടാനുകോടി നന്ദി പറഞ്ഞ് യേശുവേ നിർത്തുന്നത് എന്നേക്കും പോയതായിരിക്കണമെന്ന് അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ അമ്മയുടെ മോളാണ്. അമ്മ വയ്യാതെ കിടന്നപ്പോൾ ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ രാവിലെയും വൈകിട്ട് ഞാൻ ചൊല്ലുമായിരുന്നു. അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസന മാസിക ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അവരോടെല്ലാം ഞാൻ ചോദിക്കുമായിരുന്നു, നിങ്ങൾ വലിച്ചു കളയാൻ വേണ്ടിയാണെങ്കിൽ വാങ്ങിക്കല്ലേ, വായിക്കാൻ വേണ്ടിയാണെങ്കിൽ മാത്രമേ വാങ്ങിക്കാവൂ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എന്നോട് സഹായം ചോദിക്കുന്നവരോട് എന്നിൽ കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും. അമ്മയ്ക്ക് ഓവറിയിലായിരുന്നു മുഴ. അത് ഡോക്ടർക്ക് സർജറി ചെയ്യാൻ പറ്റാത്ത വലിപ്പമായിരുന്നു ആ മുഴയ്ക്ക്. അങ്ങനെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ മുഴയുടെ വലിപ്പം കുറയുകയും സർജറി ചെയ്യാനും പറ്റി. അതും കൂടാതെ ഈ ഓപ്പറേഷൻ സമയത്ത് അവർ പറഞ്ഞായിരുന്നു, അവർക്ക് ചെറിയ സംശയമുണ്ട്, കുടലിലോട്ട് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തു, ബാഗ് ഇടണമെന്ന് പറഞ്ഞായിരുന്നു. ഈ ബാഗ് ഇട്ടെങ്കിൽ തന്നെയും 3 മാസം കഴിഞ്ഞ് വീണ്ടും സർജറി ചെയ്തതിന് ശേഷമേ ബാഗ് മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. ഞങ്ങൾക്ക് സമ്മതമാണ്, ബാഗ് ഇടുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. ഞങ്ങൾക്കെല്ലാം ഭയങ്കര പേടിയായിരുന്നു, കാരണം ഇനിയും ഇതിൻ്റെ കൂടെ ഇൻഫെക്ഷൻ ആകുമെന്നും പറഞ്ഞു. പക്ഷേ സർജറി സമയത്ത് ഡോക്ടേഴ്സ് പറയുന്നു എന്താണ് സംഭവിച്ചതെന്നറിയത്തില്ല, ആ കുടലിൻ്റെ ഭാഗത്ത് ക്യാൻസറിൻ്റെ ഒരു അംശവുമില്ല, ബാഗിൻ്റെ ഒരു അവസ്ഥയുമില്ല, ഒന്നുമില്ലെന്ന്. അങ്ങനെ ഒരു വലിയ സർജറി യാതൊരു തടസ്സം കൂടാതെ ഒരു കുഴപ്പവും കൂടാതെ നടത്തി തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കൂടാനും കൂടെ നന്ദി പറയുന്നു.